എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾജിബ്ര സീക്വൻസ്, ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 15ാം പേജിലെ എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 15ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ആ സീക്വൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഒരു സീക്വൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള റൂൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ആ റൂൾ ഉപയോഗിച്ച് ആ സീക്വൻസ് എഴുതണം. പിന്നെന്താണ്, ആ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എഴുതണം. അങ്ങനെ നമുക്ക് 4 സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. 4 സീക്വൻസ്, ഈ തന്നിരിക്കുന്ന 4 സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. അപ്പോൾ ആദ്യമായി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുക. എന്താണ് ആ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതി അതിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 when division by 3. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ സീക്വൻസ് എഴുതുക. സീക്വൻസ് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ ബീജഗണിത രൂപം, അതിന്റെ ഓൾജിബ്രായിക് ഫോമും കൂടെ കണ്ടുപിടിക്കണം. അടുത്ത മൂന്നാമതായി എഴുതേണ്ട സീക്വൻസ് എന്ന് പറയുന്നത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. പിന്നെന്താണ് നാലാമതായി ചോദിച്ചിരിക്കുന്നത്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഏതാണ്? ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം നമുക്ക് എഴുതേണ്ട സീക്വൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് നമുക്കറിയാം. എന്താണ്? 1, 3, 5, 7, 9, 11 so അല്ലേ? ഇതാണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് നമുക്ക് അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ഓൾജിബ്രായിക് ഫോം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എളുപ്പം എന്താണ്? ആദ്യം പൊസിഷൻ, ദെൻ ടേം. പൊസിഷൻ, ടേം എന്നിങ്ങനെ 2 കോളങ്ങളായിട്ട് തിരിക്കുക. എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണ്? 1. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന നമ്പറോ 3. തേർഡ് പൊസിഷനിൽ വരുന്ന നമ്പർ 5. ഫോർത്ത് പൊസിഷനിൽ വരുന്ന നമ്പറോ 7 അല്ലേ? ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ പൊസിഷനും ടേമും തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കണം. എന്തായാലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസും കൂടെയാണ് അല്ലേ? സോ നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. സോ നമുക്ക് 2ൽ നിന്ന് സ്റ്റാർട്ട്. 2ഉം 3യും എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? 2 × 2 4 ആണ് അല്ലേ? 2 × 2 എത്രയാണ്? 4 ആണ്. 2 × 2 4 -1 എത്രയാണ്? -1 3 ആണ് അല്ലേ? 2 × 2 -1 3 ആണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മളിവിടെ 2 ആണ് ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇതിന്റെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നത് 2 ആണ്. സോ 3. അടുത്തെന്താണ്? ഈ പൊസിഷൻ 3 നമ്മുടെ കോമൺ മൾട്ടിപ്പിൾ × 2 -1 5 കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? 3 × 2 6 6 -1 5. അടുത്ത് നമുക്ക് എടുക്കാം. അടുത്ത് നമ്മുടെ പൊസിഷൻ എന്താണ്? 4 ആണ് നമ്മുടെ അടുത്ത പൊസിഷൻ. 4 × 2 നമ്മുടെ കോമൺ മൾട്ടിപ്പിൾ ആണ് 2 -1 7 കിട്ടുന്നുണ്ട് അല്ലേ? 4 × 2 8 -1 7. അത് നമുക്ക് 1ലും ആപ്ലിക്കബിൾ ആണോ നോക്കാം. പൊസിഷൻ എത്രയാണ്? 1. 1 × കോമൺ മൾട്ടിപ്പിൾ 2 -1 1 × 2 2 2 -1 1. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ ആയിട്ട് കിട്ടിയത്? എന്താണ്? പൊസിഷൻ × ഈ കോമൺ മൾട്ടിപ്പിൾ. അതായത് 2 ആണ്. പൊസിഷൻ × 2 -1 we will get the term. അതായത് പൊസിഷന്റെ കൂടെ 2 മൾട്ടിപ്പിൾ ചെയ്ത് ആ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്?
ടേം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓൾജിബ്രായിക് ഫോം ആണ് കണ്ടുപിടിക്കുക. ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ടേം xn എത്ര ആയിരിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. xn എന്ത് ടേം, എന്ത് ഇങ്ങനെ ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ടേം എന്താണ് എന്നതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം xn എത്ര ആയിരിക്കാം? ഫസ്റ്റ് എന്താണ്? പൊസിഷൻ ഇൻറ്റു 2. ഇവിടെ പൊസിഷൻ എന്താണ്? ഇവിടെ പൊസിഷൻ നമുക്കറിയില്ല, അതാണ് n ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ n ഇൻറ്റു 2 പിന്നെ നമ്മളെല്ലാം -1, അതായത് പൊസിഷൻ ഇൻ നമ്മുടെ കോമൺ മൾട്ടിപ്പിൾ, പൊസിഷൻ ഇൻറ്റു കോമൺ മൾട്ടിപ്പിൾ -1 നമുക്ക് എന്ത് കിട്ടും? ടേം, അതാണ് xn. xn is equal to, that is xn is equal to 2 into n എന്താണ്? 2n minus 1. ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. xn is equal to 2n minus 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോ അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ് ദ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് അടുത്ത് എഴുതുന്ന സീക്വൻസ് ആണ്. എന്താണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്നാണ്. അതായത് നമുക്കൊരു സീക്വൻസ് എഴുതണം. ആ സീക്വൻസ് എങ്ങനെയായിരിക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ സീക്വൻസ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് നമ്മളത് എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഏതായിരിക്കും? അതെ, 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലെ? അപ്പൊ റിമൈൻഡർ 1 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി അല്ലെ? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ആണ് 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പോൾ റിമൈൻഡർ 1 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3യുടെ മൾട്ടിപ്പിൾ എന്താണ്? ഇപ്പൊ 3 തന്നെ എടുക്കാം. 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3 + 1 4 ആണ്. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 3. അതായത് നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ അതാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരണം. ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 1 3s are 3 റിമൈൻഡർ 1. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സീക്വൻസ് എളുപ്പം എഴുതാം. ആദ്യം എന്തായിരിക്കും? ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമേ 4 എന്ന സംഖ്യ എഴുതരുത്. കാരണം എന്താണ്? നമുക്ക് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും, 1 എന്ന സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും എന്ത് തന്നെയാണ് റിമൈൻഡർ വരുന്നത്? 1 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. സോ നമ്മൾ ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഞാൻ വേറൊരു എളുപ്പ വഴി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്താണ്? തന്നിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 1. ഈ 1ന്റെ കൂടെ എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്ത് എഴുതിയാൽ മതിയാവും. ദാറ്റ് ഈസ് 1 + 3 എത്രയാണ്? 4 + 3 എത്രയാണ്? 7 + 3 10 ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോകും. ഇത് തന്നെയല്ലേ 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? ദാറ്റ് ഈസ് 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 6 9, 3 + 1 4, 6 + 1 7, 9 + 1 10. ഓക്കെ, അപ്പൊ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സംഖ്യകളുടെ സീക്വൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. സോ അതിനെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്? നമുക്ക് പൊസിഷൻ ആൻഡ് ടേം എഴുതാം. പൊസിഷൻ ആൻഡ് ടേം. ഓക്കെ, പൊസിഷൻ ആൻഡ് ടേം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാം പൊസിഷനും ടേമും എഴുതണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതി കോളം വരച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ടേം ഏതാണ്? 1 തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ടേമോ 4 ആണ്. തേർഡ് പൊസിഷനിൽ 7. ഓക്കെ, ഫോർത്ത് പൊസിഷൻ 10. ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷനും ടേമും കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ടേം ഏതാണ്? 4 ആണ്. നമുക്ക് 2 × 2 4 ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഇവിടെ 3 ആണ്. നമ്മൾ ഇവിടെ × 2 ചെയ്യുകയാണെങ്കിൽ ഇവിടെയും × 2 ചെയ്യണം. ദാറ്റ് ഈസ് 3 × 2 6 കിട്ടത്തുള്ളൂ, 7 കിട്ടില്ല. അപ്പൊ ഇതിലെല്ലാം ഏതൊരു പൊസിഷൻ എടുത്താലും അത് എല്ലാത്തിനും അത് ആപ്ലിക്കബിൾ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? ഒരു കാര്യം ശ്രദ്ധിക്കൂ, 3 × 2 എത്രയാണ്? നമ്മൾ 3 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും നമുക്ക് 2 ആപ്ലിക്കബിൾ അല്ല, അപ്പൊ തൊട്ടടുത്ത നമ്പർ എടുത്തു 3 × 2 എത്രയാണ്? 6 ആണ്. നമുക്കറിയാം 3 × 2 6. ആ 6-ൽ നിന്ന് 2 മൈനസ് ചെയ്യുകയാണെങ്കിൽ 4 കിട്ടും അല്ലെ? അതായത് പൊസിഷൻ 2 ആണ്. ആ 2-വിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 -2 എന്താണ്? 3 × 2 നമുക്കറിയാം 6 ആണ്. ഈ 4 കിട്ടണമെങ്കിൽ അതിൽ നിന്നൊരു 2 മൈനസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അടുത്ത പൊസിഷനും ടേമും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നോക്കൂ, അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 × പൊസിഷൻ ഏതാണ്? 3 തന്നെയാണ് പൊസിഷൻ. 3 × 3 -2 ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ടോ നോക്കാം. 3 × 3 എത്രയാണ്? 9. 9 - 2 7 തന്നെയാണ്. സോ അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? അടുത്തത് എന്തായിരിക്കും? 3 × 3 എന്താണ്? ഇവിടുത്തെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആണ്. എല്ലാത്തിനും ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കണം. 3 × 4 അതാണ് നമ്മുടെ പൊസിഷൻ ആണ് 4. 3 × 4 -2. 4 × 3 എത്രയാണ്? 12. 12 - 2 is 10. നമുക്ക് കിട്ടുന്നുണ്ട് പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഓൾജിബ്രായിക് ഫോം ആണ്. ദാറ്റ് ഈസ് nth ടേം. ഓക്കെ, nth ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എങ്ങനെ കണ്ടുപിടിക്കാം? nth ടേം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിവിടെ എന്താണ്? കോമൺ മൾട്ടിപ്പിൾ 3 എടുത്തിട്ടുണ്ട് അല്ലെ എല്ലാത്തിനും. സോ ഈ nth ടേമിനും കോമൺ മൾട്ടിപ്പിൾ 3 വരും. 3 × പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടേക്ക് 2 3 4 2 3 4 ഇതൊക്കെ എന്താണ്? അത് ഇതിന്റെ പൊസിഷൻ ആണ് അല്ലേ? 2 എന്ന് പറയുന്നത് ഈ ടേമിന്റെ പൊസിഷൻ ആണല്ല. 3 എന്ന് പറയുന്നതും ഈ ടേമിന്റെ പൊസിഷൻ ആണ്. 4 എന്ന് പറയുന്നതും ഈ ടേമിന്റെ പൊസിഷൻ ആണ്. സോ അടുത്ത ഈ n-ന്റെ പൊസിഷൻ ഏതാണ്? അതാണ് നമുക്ക് തന്നിട്ടില്ലാത്തത്. അതാണ് നമ്മൾ n ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ 3 × n. പിന്നെ എന്താണ് എല്ലാം കോമൺ ആയിട്ടുള്ളത്? -2. ദാറ്റ് ഈസ് 3 × n -2. നമുക്ക് ഓൾജിബ്രായിക് ഫോം കിട്ടി. എന്താണ്? xn is equal to 3 × n 3n 3n -2. ഓക്കെ, ഇതാണ് ഓൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 3. മനസ്സിലായില്ലേ? അതായത് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന സീക്വൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടി. അതിന് നമ്മൾ പൊസിഷനും ടേമും ആക്കി മാറ്റി. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്? പൊസിഷനും ടേമും ആക്കി. സോ പൊസിഷൻ നമുക്ക് എന്താണ്? പൊസിഷൻ × 3. 3യുടെ കൂടെ നമ്മൾ പൊസിഷൻ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടേം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഓൾജിബ്രായിക് ഫോം എങ്ങനെ കിട്ടി? xn is equal to 3n -2. ഇനി നമുക്കിത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ശരിയാണോ ചെക്ക് ചെയ്യാം. 3n -2 നമുക്ക് കിട്ടിയ ഓൾജിബ്രായിക് സീക്വൻസ് ശരിയാണോ? നമുക്ക് n എന്താണ്? സെക്കൻഡ് പൊസിഷൻ കൊടുക്കാം, രണ്ടാമത്തെ പൊസിഷൻ. ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് 3n. ഇവിടെ n എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? n പൊസിഷൻ ആണ്. ഞാൻ ഇവിടെ പൊസിഷൻ 2 ആയിട്ട് ഈ സീക്വൻസിന്റെ രണ്ടാമത്തെ ടേം എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പൊ ഞാൻ സെക്കൻഡ് പൊസിഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് 3 × 2 -2. 3 × 2 എത്രയാണ്? 6. 6 - 2 4. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സീക്വൻസിലെ രണ്ടാമത്തെ ടേം 4 ആയിരിക്കും എന്നാണ്. 4 അല്ലേ? കറക്റ്റ് ആണ്. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ സി പാർട്ട് എന്താണ്? ദ നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അപ്പൊ നമുക്ക് അടുത്ത സീക്വൻസ് എന്താണ് എഴുതേണ്ടത്? അതെ, അടുത്ത സീക്വൻസ് ഇറ്റ് ഷുഡ് ബി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സീക്വൻസ് എഴുതുക. അതിന്റെ ഓൾജിബ്രായിക് ഫോമും കണ്ടുപിടിക്കാം. സോ 1-ൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ ഏതാണ്? അതെ, 1 തന്നെയാണ്. 1 1-ലാണല്ലോ അവസാനിക്കുന്നത്. അടുത്ത നമ്പർ ഏതാണ് 1-ൽ അവസാനിക്കുന്നത്?
2 ആണോ? അല്ല. 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, 8 അല്ല, 9 അല്ല, 10 അല്ല. അടുത്ത ഏതാണ്? അത് 11. 11 ആണ് 1 അവസാനിക്കുന്ന അടുത്ത നമ്പർ. അടുത്ത ഏതാണ് നമ്പർ? അതെ, 21. നെക്സ്റ്റ് 31. അപ്പൊ അടുത്ത എന്തായിരിക്കും? 41, 51. 1 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തെഴുതാം? ഫസ്റ്റ് ഇറ്റ് ഈസ് പൊസിഷൻ, പൊസിഷനും ടേമും. ഓക്കെ, പൊസിഷൻ ആൻഡ് ടേം. അപ്പോ ഫസ്റ്റ് പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 1 തന്നെയാണ് അല്ലേ? സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പറോ 11. തേർഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 21. ഫോർത്ത് പൊസിഷൻ 31. ഓക്കെ, ഇനി നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എന്തെടുക്കാം? ഇൻറ്റു 10 എടുക്കാം. ഞാനിവിടെ 10 എടുക്കാൻ ആദ്യമേ കാരണം എനിക്കിവിടെ എല്ലാത്തിന്റെയും കോമൺ ഡിഫറൻസ് 10 ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ? എല്ലാത്തിന്റെയും കോമൺ ഡിഫറൻസ് 10 അല്ലേ? അപ്പൊ എന്തായാലും ഇതെന്താണ്? ഒരു കോമൺ മൾട്ടിപ്പിൾ 10 എന്ന മൾട്ടിപ്പിളിൽ ഇതെല്ലാം പോകും. സോ ഞാൻ ആദ്യമേ 10 വെച്ചാണ് ഇതിനെ റിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ 2 into 10. 2 into 10. 10 ഞാൻ ഇവിടെ 10 ആദ്യമേ എടുത്തതെന്നാണെന്ന് മനസ്സിലായില്ലേ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? ഇതിന് എല്ലാത്തിനും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് എന്താണ്? 10 ആണ്. ഈ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് അറിയാം. എങ്ങനെയാണ്? ഈ സെക്കൻഡ് ടേമിൽ നിന്ന് അടുത്തടുത്ത് കിടക്കുന്ന ടേംസ് നമ്മൾ മൈനസ് ചെയ്താൽ മതി. 11 - 1 10 ആണ്. 21 - 11 10 ആണ്. 31 - 21 10 ആണ്. സോ ഞാൻ ആദ്യം ഇത് 10 വെച്ച് റിലേറ്റ് ചെയ്യും. 2 into 10 നമുക്ക് എത്ര കിട്ടും? 20. യെസ്, പക്ഷെ നമുക്ക് ടേം എന്താണ് ഇവിടെ ആവശ്യം? 11 ആണ് അല്ലേ? സോ നമുക്ക് 11 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? -9. That is 2 into 10 എത്രയാണ്? 20. 20 - 9 നമുക്ക് എത്ര കിട്ടും? 11. സോ നമുക്ക് തേർഡ് പൊസിഷൻ നോക്കാം. തേർഡ് പൊസിഷൻ that is 3. തേർഡ് പൊസിഷൻ into 10 എത്രയാണ്? 3 into 10 is equal to 30 minus 9. 30 minus 9 21. ഓക്കെ, സോ നമുക്ക് അടുത്ത ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന നോക്കാം. എന്താണ്? 31. That is 4 into 10. 4 into 10 40 ആണ്. Minus 9 we will get it as 31. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? പൊസിഷൻ into 10 minus 9. പൊസിഷൻ ആണ് 2, 3, 4. നമുക്കിത് 1-ലും കൂടെ ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഓൾജിബ്രായിക് ഫോം എഴുതണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സീക്വൻസിന്റെ ആ ഒരു ഫോം, ഈ ഒരു ഫോം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. 1-ൽ കൂടെ നോക്കാം. 1ന്റെ പൊസിഷൻ എന്താണ്? ഈ ടേം 1ന്റെ പൊസിഷൻ എന്താണ്? 1. 1 into 10 this 10 minus 9. നമുക്ക് നോക്കാം. 1 into 10 എത്രയാണ്? 10 തന്നെയാണ്. 10 minus 9 is equal to 1 itself. അതല്ലേ ഈ 1 ടേം 1 അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ എന്താണ്? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അതായത് nth ടേം, എന്നാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. That is we have to find the xn. xn കണ്ടുപിടിക്കണം. xn എത്രയാണ്? ആദ്യം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പൊസിഷൻ ആണ്. xnന്റെ പൊസിഷൻ ഏതാണ്? നമുക്കറിയില്ല. അതാണ് നമ്മൾ n ആയിട്ട് എടുത്തിരിക്കുന്നത്. പൊസിഷൻ ആണ് നമ്മൾ n ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ പൊസിഷൻ ഈസ് n. n into 10. Yes, n into 10 minus 9. That is xn is equal to 10 into n എത്രയാണ്? 10n. 10n minus 9. സോ നമ്മുടെ ഓൾജിബ്രായിക് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. xn is equal to 10n minus 9. നമുക്കിനി ഇതൊന്ന് കറക്റ്റ് ആണോ നോക്കണം അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ നോക്കണം. സോ ഞാനിവിടെ നമ്മുടെ പൊസിഷൻ ഒരു 3 ആയിട്ട് എടുക്കുകയാണ്. 3. That is 10 into 3 minus 9. That is 10 into 3 is equal to 30. 30 minus 9 is equal to 21. ഇനി തേർഡ് ടേം ആയിട്ട് ഇട്ടിരിക്കുന്നത് 21 ആണ്. 21 ആണ് നോക്കാം.
21 ആണ്. അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കേണ്ടത്? ഈ ഓൾജിബ്രായിക് ഫോം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടല്ലോ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതെ, നമുക്കൊരു സീക്വൻസ് തന്നിരുന്നാൽ എത്രാമത്തെ പദം വേണമെങ്കിൽ ഓൾജിബ്രായിക് ഫോം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ നമുക്ക് ഈ സീക്വൻസ് തന്നിട്ടില്ല. ഓക്കെ, ഈ സീക്വൻസ് ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. xn ഈസ് ഈക്വൽ ടു 10 and -9. ഈ ഒരു ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളോട് ചോദിക്കാം ഫൈൻഡ് ദ ഫിഫ്ത്ത് ടേം, അഞ്ചാമത്തെ ടേം എന്താണ് എന്ന് ചോദിക്കും. അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ടേം ഏത്? അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഫോം മാത്രം, ഓൾജിബ്രായിക് ഫോം മാത്രമേ തന്നിട്ടുള്ളൂ. ഈ സീക്വൻസ് തന്നിട്ടില്ല. പക്ഷെ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x നമുക്ക് 10 and -9 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് n എന്താണ്? 5 ആണ്. അഞ്ചാമത്തെ പൊസിഷനിലുള്ള, ദാറ്റ് ഈസ് 10 into 5 - 9 ആയിരിക്കും ഫിഫ്ത്ത് ടേം. ഇതായിരിക്കും ഫിഫ്ത്ത് ടേം. നമുക്ക് നോക്കാം. 10 ന്റെ 5 എത്രയാണ്? 50 - 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 41 ആയിരിക്കും എന്താണ്? ഫിഫ്ത്ത് ടേം. ഈ സീക്വൻസിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഇവിടെ വന്നില്ല ഈ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ. ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, ഈ ഒരു ഓൾജിബ്രായിക് ഫോം മാത്രം മതി നമുക്ക് എന്ത്, ഈ ഒരു ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ. ഫിഫ്ത്ത് ടേം അല്ല, ഏത് ടേം കണ്ടുപിടിക്കാനായാലും ഈ ഓൾജിബ്രായിക് ഫോം മതി. നമുക്കിതിന് സീക്വൻസിന്റെ ആവശ്യം വന്നില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ ഓൾജിബ്രായിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കാം, എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ അടുത്ത ഡീ പാർട്ടിലോട്ട് കടക്കാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The sequence of natural numbers ending in 1 or 6. ഒന്നിലും ആറിലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ചെയ്ത്. സോ ഫസ്റ്റ് 1ൽ എൻഡ് ചെയ്യുന്നതാണ്. സോ ആ 1ൽ എൻഡ് ചെയ്യുന്ന അടുത്ത നമ്പർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അടുത്ത 6ൽ എൻഡ് ചെയ്യുന്ന അടുത്ത നമ്പർ ഏതാണ്? 6 തന്നെയാണ്. അടുത്ത വീണ്ടും 1ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 11. 6ൽ എൻഡ് ചെയ്യുന്നത് 60. നെക്സ്റ്റ് എന്തായിരിക്കും? 21. 1ൽ എൻഡ് ചെയ്യുന്ന അടുത്ത നമ്പർ ആണ്. അടുത്ത എന്തായിരിക്കും? 26. 6ൽ എൻഡ് ചെയ്യുന്ന അടുത്ത നമ്പർ. സോ നമുക്ക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? 1, 11, 16, 21 and 26. ഇത് നമുക്ക് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. സോ നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ നമുക്ക് പൊസിഷൻ ആൻഡ് ടേം, പൊസിഷനും ടേമും എഴുതാം. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 1. സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നതോ 6. തേർഡ് പൊസിഷൻ 11. ഫോർത്ത് പൊസിഷൻ 60. ഫിഫ്ത്ത് പൊസിഷൻ 21. ഓക്കെ, നമുക്കപ്പോൾ പൊസിഷനും ടേമും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ റിലേറ്റ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാം. എങ്ങനെ റിലേറ്റ് ചെയ്യാം? സോ ഞാൻ ഇപ്പൊ ഇവിടെ റിലേറ്റ് ചെയ്യാൻ എടുക്കുന്നത് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ഇതിലൊരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കണം. ആ കോമൺ മൾട്ടിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ് എടുത്തത്? അത് ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് എടുത്തത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്? അത് 5 ആണ്. അതായത് 6 - 1 5, 11 - 6 5, 16 - 11 5, 21 - 16 5, 26 - 21 5 അല്ലേ? അപ്പൊ എല്ലാത്തിന്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് നോക്കാം ഈ 5ഉമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം. കാരണം ഈ 5ആയിട്ട് റിലേറ്റ് ചെയ്യേണ്ട റീസൺ എന്താണ്? ഇത് ഈ തന്നിരിക്കുന്ന എല്ലാ ടേംസിനും ഈ ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കും. സോ ഞാൻ നമ്മുടെ കോമൺ ഡിഫറൻസ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നുണ്ട്. 5 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഞാൻ അതൊരു മൾട്ടിപ്പിളിനായി എടുക്കുകയാണ്. എല്ലാത്തിനും ഒരു കോമൺ മൾട്ടിപ്പിൾ. സോ നെക്സ്റ്റ് ഈ 5ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പൊസിഷൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5 into 2. 5 into 2. 2 എന്താണ്? പൊസിഷൻ. 5 into 2 എത്രയാണ്? 10 അല്ലേ? 5 into 2 എത്രയാണ്? 10 ആണ്. ഇനി ഈ 6 കിട്ടണമെങ്കിൽ 10ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം നമുക്ക്? 4 അല്ലേ? 4 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 5 into 2 നമുക്കറിയാം 10 ആണ്. 5 into 2 എത്രയാണ്? 10 ആണ്. -4 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും അല്ലേ? ഈ -4 എന്ന് പറയുന്നത് എന്താണ്? അത് ഈ 5 into 2 നമുക്ക് 10 ആണ് കിട്ടിയത്.
ഈ 10 കിട്ടി, ഇനി 6 ലഭിക്കണമെങ്കിൽ ഈ 10ൽ നിന്ന് -4 ചെയ്യണം. അഥവാ ഈ -4 ബാക്കി നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത് -4 അല്ലെങ്കിൽ -4 അല്ല അതിൽ നിന്ന് സബ്ട്രാക്ട് ആവുന്നതെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ അന്വേഷിച്ച് പോകേണ്ടി വരും. പക്ഷെ 4 ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ്. ഓക്കെ, അടുത്താണ് 11 ആണ് നമ്മുടെ ടേം. 5 ഉണ്ട്. 5 × 3 എത്രയാണ്? 5 × 3 15 ആണ്. ഓക്കെ, 5 × 3 15. 15ൽ നിന്നും 11 കിട്ടണമെങ്കിൽ എത്ര സബ്ട്രാക്ട് ചെയ്യണം? 4 തന്നെ സബ്ട്രാക്ട് ചെയ്താൽ മതി. 11. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 4 ആണ് പൊസിഷൻ. ദാറ്റ് ഈസ് 5 × 4. 5 × 4 -4. 5 × 4 20. 20 - 4 is equal to 16. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? 21. 5 ഇവിടെ പൊസിഷൻ എന്താണ്? 5 തന്നെയാണ്. ദാറ്റ് ഈസ് 5 × 5 is 25 - 4 is 21. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താണ് ഇതിന്റെ nth ടേം, അതാണ് ഓൾജിബ്രായിക് സീക്വൻസ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. nth ടേം കണ്ടുപിടിക്കാം. nth ടേം n is equal ആണ് 5 × എന്താണ്? 5 കോമൺ മൾട്ടിപ്പിൾ ആണ് എല്ലാത്തിന്റെയും. 5 × അടുത്ത എന്താണ് എടുത്തിരിക്കുന്നത്? 5 × ഇവിടെ 2 3 4 5 ഇതൊക്കെ എന്താണ്? പൊസിഷൻസ് ആണ് അല്ലേ? ഈ ഇവിടത്തെ പൊസിഷൻ ഏതാണ്? n ആണ്. 5 × n. ഇനി അടുത്ത് അവിടെ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? അതെ, -4. ദാറ്റ് ഈസ് xn is equal to 5 × n. 5n - 4. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. ഓക്കെ.